Meet the editors. കോൺഗ്രസിന് ബാധ്യതയോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ പരാതി കൂടി വരുന്നു. ആ രണ്ടാമത്തെ പരാതി വരുമ്പോൾ KPCC വീണ്ടും വെട്ടിലാവുകയാണ്. സണ്ണി ജോസഫിനെ പോലുള്ള നേതാക്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അത് DGPക്ക് അയച്ചു കൊടുക്കുന്നു. പക്ഷേ ഇപ്പോഴും സസ്പെൻഷനിൽ നിൽക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാധ്യതയായി മാറുകയാണോ, തലവേദനയായി മാറുകയാണ്? തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, കോൺഗ്രസിന് തീരാ ബാധ്യതയാണ്. ബാധ്യതയാണെന്ന് വെച്ചാൽ ഇതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഏറുകയാണ്. കാരണം ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട, പരാതി കിട്ടിയ ദിവസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇന്നലെ KPCC അധ്യക്ഷൻ തനിക്ക് പരാതി തൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 28-ാം തീയതി നവംബർ 28-ന് പരാതി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത് എനിക്ക് നേരിട്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് എനിക്കും പാർട്ടി KPCC പ്രസിഡന്റിനും പരാതി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് വന്നിരിക്കുന്ന മെയിൽ കയ്യോടെ DGPക്ക് ഏൽപ്പിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പോലീസിനെ ഏൽപ്പിക്കുന്നു, സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ആ രൂപത്തിലേക്ക് കോൺഗ്രസ് അതിൽ നിന്നും കൈയൊഴിയാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയുന്നതിലേക്ക് എത്താൻ ഉള്ളൊരു താമസമാണ്. അത് രാഷ്ട്രീയമായി അതെങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ള ആലോചനയിൽ നിന്നാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പാലക്കാട് ഇനി നഷ്ടപ്പെടുമോ എന്നുള്ള, ഇപ്പോൾ MLA പോയി കഴിഞ്ഞാലുള്ള അടുത്ത രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലനിർത്തുന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ബാധ്യതയാവുക എന്നുള്ളതാണ്. അതിലേക്ക് ഒരു വലിയ വിഭാഗം നേതാക്കൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പലരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സ്വഭാവം നോക്കൂ. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന, അതായത് ബാംഗ്ലൂരുള്ള 23-കാരിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടവുമായി പെൺകുട്ടി അടുക്കുന്നതും നമ്മൾക്ക് നേരത്തെ ലഭിച്ച, അതായത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പരാതിയും തമ്മിൽ ഏറെ സാമ്യമുണ്ട്. അതായത് ഒരേ രീതിയാണ് ഇയാൾക്ക് സ്ത്രീകളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ സമീപിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനാകും. പെൺകുട്ടിയെ പരിചയപ്പെട്ട് നല്ല ബന്ധമാകുന്നു. അതിനുശേഷം വിവാഹ വാഗ്ദാനമാണ് നൽകുന്നത്. വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ അത് ബന്ധുക്കളെ അറിയിക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷൻ പോലും ആയിട്ടില്ല. അതുകൊണ്ട് ജോലിയും കൂലിയും ഇല്ലാത്തൊരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്ന കുടുംബം തീരുമാനിക്കുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാകുന്നു. അപ്പോൾ ഒരു നല്ല നേതാവാണ് എന്ന രൂപത്തിലുള്ള കുടുംബവും അംഗീകരിക്കുകയാണ്. അങ്ങനെ കുടുംബം അംഗീകരിച്ച ശേഷം ആ ബന്ധം മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളെ കാണാൻ വരുന്നത്. ആ കാണാൻ വരുമ്പോൾ നടന്ന പീഡനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതികളും സ്വഭാവവും എല്ലാം തന്നെ ആ കുട്ടി പ്രതീക്ഷിക്കാത്ത രീതിയാണ്, ആ കുട്ടിയെ ആക്രമിക്കുന്ന രീതിയിലാണ് അയാൾ പെരുമാറിയത്. അവിടെ അയാൾക്കൊപ്പം ആ സ്ഥലത്ത് ഫെനി നൈനാൻ എന്ന് പറയുന്ന എല്ലാ സമയവും നിഴൽ പോലെ കൂടെ നടക്കുന്ന യുവ നേതാവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിഴൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഈ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിക്ക് അയാളുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അയാൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാകുമ്പോൾ അതൊരു ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി അയാൾ കൂടി മനസ്സിലാക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് അറിയാൻ എന്നുള്ളതാണ്. അതിനുശേഷം അവിടെ വെച്ച് ആക്രമിക്കുന്നു. അതിനുശേഷം പറയുന്നത് ഗർഭിണിയാകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നു, ഇയാൾക്ക് ഇതിൽ നിന്നും അയാളുടെ ഒരു രീതി അനുസരിച്ച് അയാൾ ഈ റിസ്ക് എലിമെന്റ് അതിൽ എന്താ പറയുക, അത് എൻജോയ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. അതായത് ഇത് കുഴപ്പമാകാനുള്ള ഒരു സാധ്യതയുള്ള ബന്ധത്തിലേക്ക്, അതിന്റെ ഒരു രീതിയിലേക്ക് കടക്കുകയും അത് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. അല്ല, കുഞ്ഞുങ്ങളെ ഇഷ്ടമായിട്ടല്ല, അത് ആ റിസ്ക് എലിമെന്റ് ആണ് അയാൾ എൻജോയ് ചെയ്യുന്നത്. അതൊരു വേറെ തരം മാനസിക അവസ്ഥയാണ്. ആ റിസ്ക് എലിമെന്റ് അതായത് നാളെ ഒരു പരാതി വന്നേക്കാം, വിവാഹം കഴിക്കാൻ എന്തായാലും ഉദ്ദേശം ഇല്ല എന്നുള്ളത് ഇയാൾക്കറിയാമല്ലോ, മറ്റവർക്കല്ലേ അറിയാത്തുള്ളൂ. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളിലും ഒരേ വാചകങ്ങൾ, ഒരേ രീതികൾ, ഒരേ തരത്തിലുള്ള സമീപനം ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന 2 പരാതികളും അത് ആ രൂപത്തിലുള്ളതാണ്. ഇനി എത്ര പരാതികൾ വരാനിരിക്കുന്നു നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും ഈ പെൺകുട്ടി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏതായാലും ആ ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ നേതാക്കൾക്ക് അറിയാമായിരുന്നുവെങ്കിലോ, അന്ന് തന്നെ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇയാൾക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ അത് തടയിടാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ടെന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഗുരുതരം. കൂടുതൽ സ്ത്രീകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഇവർ കണ്ണടച്ചത് ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നേരത്തെയുള്ള പരാതി വന്ന ഘട്ടത്തിൽ, പരാതി വരുന്നതിന് മുൻപ് തന്നെ, ആ വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായി. പക്ഷേ ആ വേഗം അവിടെ കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ട് മുഴുവൻ മന്ദതയാണ്. ഈ ഘട്ടത്തിലും മന്ദതയാണ്. ഇപ്പോഴും ഒരുമിച്ച് കൂടി ആലോചിക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അന്നും നിലപാടുണ്ടായിരുന്നു, MLA സ്ഥാനം പോയാൽ പോട്ടെ, MLA വേണ്ട, അപ്പോൾ മാറി നിൽക്കുന്നതാണ് പാർട്ടിക്ക് ഗുണം ചെയ്യുക, പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കുക എന്നുള്ളത് അന്നേ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷെ അത് ആ സമയത്ത് അതൊരു രാഷ്ട്രീയ
ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ തകർക്കാനുള്ള ഒരു ആയുധമായി വേറൊരു വിഭാഗം നേതാക്കൾ കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പരാതി ഇവിടെ മാത്രമല്ലല്ലോ, ഹൈക്കമാൻഡിലെത്തിയിരിക്കുന്നു. ഹൈക്കമാൻഡിലെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയിലെത്തിയിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയിലെത്തിക്കുന്നു, സോണിയാഗാന്ധിയിലെത്തിക്കുന്നു. ഇവരുടെ അടുത്തേക്കൊക്കെ ആ മെയിൽ പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡും ഒരു ഉത്തരവാദിത്തം കൈവരികയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. MLA സ്ഥാനത്തിന് ഇയാൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വളരെ വേഗം വരേണ്ടതുണ്ട്. അതിനിപ്പോൾ നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ട് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് നോക്കാനുള്ള മുഹൂർത്തം കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലേക്ക് എന്താണ് തടസ്സം വരുന്നതെന്നാണ് അറിയേണ്ടത്. എല്ലാ നേതാക്കൾക്കും ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിലും എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യം എന്താണ്? ഞാനിവിടെ തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങോട്ട് ഒളിച്ചോടി പോകുന്നില്ലെന്ന്. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന രാഹുലിനെ അല്ലേ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വാദം അവിടെ നിൽക്കില്ല. ഇനി ആരെയും സ്വാധീനിക്കും, പ്രതികളെ സ്വാധീനിക്കുമെന്നുള്ള വിഷയം, സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അയാൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് 3 കാറുകൾ മാറി അയാൾ ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലാണോ? ഇനി അയാൾ കർണാടകയിലാണോ? ഇതുവരെ അത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുന്നത് സർക്കാരിൻ്റെ കൂടെ വീഴ്ചയായി മാറുകയാണ്. കാരണം ഈ പരാതി ലഭിച്ചിട്ട് ഇങ്ങനെ ഓടേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താൻ കഴിയാത്തത് എന്നൊരു ചോദ്യം വരുന്നു. അത്രയ്ക്കും സ്വാധീനമുള്ള ഒരാളാണ് എന്നാണോ അതിൽ നിന്ന് തെളിയേണ്ടത്? ഏതായാലും ഇന്നത്തോടു കൂടി ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഇനി വൈകിയ മണിക്കൂറിൽ ഏതെങ്കിലും ആ നടപടിയിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. ഇതുവരെയും ആ കാര്യത്തിലും നിരാശയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് ബാധ്യതയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പുറത്തെ സ്വാതന്ത്ര്യ സമരസേനാനി ഇന്നും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് കഴിയുന്നത്. അയാൾക്ക് കൂടി ബോധ്യമാവുന്ന രീതിയിൽ ഈ പരാതി കൂടി അയാളുടെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അയാൾക്ക് പിന്തുണ നൽകുന്നവരും അത് അയാളെ അറിയിക്കേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ പരാതിക്കാരിയെ കള്ളി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരുന്നതാണ് അതിന് മുമ്പ് തന്നെ അറസ്റ്റിലായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകൾ ഏത് രൂപത്തിലാണ് സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് എന്നത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അയാൾ ജയിലിലാണ്. അത് ഒരു സന്ദേശമായി നിൽക്കുന്നു. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു നല്ല തീരുമാനത്തിലേക്ക് പോകാൻ വൈകിയിരിക്കുന്നു. ഇനിയും വൈകുന്നത് ഇനിയും അടുത്ത പരാതി കൂടി വരാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാം. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ബാധ്യതയായി മാറിയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും ആന്റോ അഗസ്റ്റിൻ, ഈ രാജി ചോദിച്ചു വാങ്ങാൻ എന്താണ് കോൺഗ്രസിന് ഇപ്പോഴും ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അയാൾ ഇപ്പോഴും ഒളിവിലാണ്. പാലക്കാട്ടെ ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇന്ന് 2-ാം തീയതിയാണ്. 7 നാൾ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഈ സമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയും. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു വിഷയം നേതാക്കൾക്ക് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെ വിഷയങ്ങൾ? EDയുടെ വിഷയം വരുന്നു, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. നേതാക്കൾ വാതുറക്കുമ്പോഴേക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം രാഹുൽ എവിടെ എന്നുള്ള ചോദ്യമാണ്. അയാൾ ഒന്നുകിൽ കീഴടങ്ങാൻ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2-ാമത്തെ പരാതി കൂടി കിട്ടുന്ന സാഹചര്യം കോൺഗ്രസിന് ബാധ്യതയാണോ? 2 വട്ടം ബാധ്യതയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്നലത്തെ മീറ്റ് തട്ടിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളോട് രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയത്. അയാൾ കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ ഇദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയുകയാണ്. അപ്പം അതാണ് ഇദ്ദേഹത്തിൻ്റെ ശൈലി കണ്ടല്ലോ. ഈ കല്യാണം കഴിക്കാൻ സാധിക്കില്ല, അതെൻ്റെ രാഷ്ട്രീയ ഭാവിനെ ബാധിക്കും എന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യാണ്, കല്യാണം കഴിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ നടന്ന് പീഡിപ്പിച്ച് പോവുകയാണ്. 1-2 ആൾക്കാരല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 പരാതികൾ വരാനുണ്ട്. ഈ സ്ത്രീകളൊന്നും ഈ കുട്ടികളൊന്നും പരാതി പറയാത്ത കാരണം എന്താ അറിയോ? ഈ സൈബർ അറ്റാക്ക് പേടിച്ചിട്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. കാരണം ഇവരുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ടോ, പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടോ, വിഷമമില്ലാത്തതുകൊണ്ടോ, ഇവർ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ്, പരാതി ഇവർക്ക് ആയാൽ, കാരണം ഓട്ടോമാറ്റിക്കലി അറിയുമല്ലോ. ഇപ്പം പറയാം, ഒരു ജില്ലക്കാരി ഇന്ന ജില്ലക്കാരിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടുത്തെ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ അവിടുത്തെ ഇവൻ്റെ കൂട്ടാളികളെല്ലാം പോയിട്ട് ഇന്ന ആളാണെന്ന് എടുത്ത് പുറത്തിട്ട് അതോടെ ആ കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റിന് ശേഷമാണ് കുറച്ചൊന്ന് ഒതുങ്ങിയത് കേട്ടോ. ഇപ്പം അങ്ങനെ വലിയ അറ്റാക്ക് പുറകെ പോകുന്നില്ല, പേടിയായി. അപ്പം ഇത്രയും ദിവസം എന്തായിരുന്നു അറിയാം. ഇപ്പോൾ അതൊരു വെയിലബിൾ, നിങ്ങളിപ്പോൾ പരാതി കിട്ടിയാൽ FIR ഇപ്പോൾ ഇട്ട എന്താ ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഈ പറയുന്ന കൂട്ടം മുഴുവൻ ഇവർക്കെതിരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ സ്മൃതി മാഡത്തിൻ്റെ ഡിബേറ്റിൽ ആ വക്കീൽ പറയുന്നത് ഞാൻ കേൾക്കായിരുന്നു. എന്താ പറയുന്നത് അറിയോ, ഈ നമ്മൾ തന്നെ ഈ ലിങ്കിൻ്റെ അടിയിൽ പോയാൽ വിശ്വസിച്ച് പോകും, ഇയാൾ നീതിമാനാണോ എന്നുള്ള നിലയിലേക്ക്. കാരണം അങ്ങനെ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോഴും കോൺഗ്രസിന് തള്ളിപ്പറയാൻ കഴിയുന്നില്ല. ഇനിയും ആലോചിക്കാൻ പോവുകയാണ്. എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇത്ര ദിവസം ആലോചിച്ചിട്ട് ഇവർക്ക് കിട്ടിയില്ലേ? ഇത്ര 2-2.5 മാസമായില്ലേ ഇത് കേരളം ചർച്ച ചെയ്യുന്നു. അന്ന് വി ഡി സതീശൻ എടുത്ത നിലപാടാണ് ഇന്നും എടുക്കുന്നതെങ്കിൽ ഇന്നും ബാക്കിയുള്ള നേതാക്കന്മാർ എടുക്കാൻ പറ്റില്ല. ഇന്നും ഷാഫി പറമ്പിലിൻ്റെ ബൈറ്റ് വന്നിട്ട് ഷാഫി പറമ്പിൽ അത് മുൻകൂർ എറിഞ്ഞു പോവാണ് കേട്ടോ. ഒരു പരിധി മുന്നിൽ എറിഞ്ഞു പോവാണ്. എന്താ മുന്നിൽ എറിഞ്ഞു പോകുന്നത്? ഇങ്ങനെ പരാതി പിന്നെ വന്നാൽ കോടതി നിയമം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ആലോചിച്ച് പിന്നെ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പോവുക. അപ്പം എടുക്കണം എന്ന് പറയില്ല, ഇത് രാജിവെക്കണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാരെയാണ് പേടിക്കുന്നത്? ചിലപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് പേടിച്ചിട്ടാവാം ചിലപ്പോൾ. അതിപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രധാനപ്പെട്ട വലിയ നേതാക്കന്മാരെ കുറിച്ചിട്ടല്ല, ഇവരുടെ കൂടെയുള്ള ചെറിയ നേതാക്കന്മാർക്കൊക്കെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോരെ, തീർന്നില്ല വെടിക്കെട്ട്. കാരണം രാഹുൽ അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആളായിട്ട് തോന്നിയിരുന്നു എനിക്ക്. പല സമയത്ത് രാഹുലിൻ്റെ പ്രവൃത്തിയും ശൈലിയും ഒക്കെ അങ്ങനെയാണ്. ഭയങ്കര സൗമ്യനായി പെരുമാറിയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുപോവാണ്. ഇന്നത്തെ പരാതിയൊക്കെ കണ്ടില്ലേ, എന്ത് വൃത്തി. കാരണം ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഇത് അങ്ങനെ അപമാനിതരാവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അതെ പരാതി കൊടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇദ്ദേഹം ഇനി പൊതുപ്രവർത്തകനായി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് പരാതി കൊടുക്കുന്നത്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു MLA, ഞാൻ പറഞ്ഞൊരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് നിൽക്കാൻ പറ്റുമോ? പഞ്ചായത്ത് മെമ്പറായിട്ട് MLA വേണ്ട, ആ സ്ഥാനം രാജിവെക്കും. ഇനിയിപ്പോൾ എന്തായാലും ഒരു ബൈ ഇലക്ഷൻ ഇല്ലല്ലോ. കോൺഗ്രസിന് ഒരു ബൈ ഇലക്ഷൻ ഉണ്ടോ? ബൈ ഇലക്ഷൻ ഇല്ല. ഇനിയിപ്പോൾ എന്താണ് വരുന്ന നിയമസഭാ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല പാലക്കാട്. അപ്പോൾ എന്താ ഇനി രാഹുൽ മാങ്കൂട്ടം നിർത്തിയിട്ട് ഇവരടുത്ത MLA ഇവർക്ക് ഇപ്പോൾ രാജിവെപ്പിച്ചാൽ പറയാം എന്ത്, ഞങ്ങൾക്ക് അടുത്ത MLA സ്ഥാനത്തേക്ക് ഇതാ ഞങ്ങളൊരു നല്ല ആളെ കൊണ്ടുവന്നു പറയാം. ഇദ്ദേഹത്തെ അവിടെ വരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി വന്ന അടുത്ത MLA ഇദ്ദേഹമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയാണല്ലോ ഒരു ശൈലി. ഏത് ഒരു MLA രാജിവെച്ച് പോകുമ്പോൾ അടുത്ത MLA വന്ന് ഇതാണ് ഞാൻ കൊണ്ടുവന്ന MLA എന്ന്, ഇതാണ് നമ്മുടെ പിൻഗാമി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പരിചയപ്പെടുത്താൻ ഇറങ്ങില്ലല്ലോ. ഇറങ്ങുമോ? അത് അതുപോലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും നിലപാടെടുക്കാറ്. ഇന്ന് KK രമ പറഞ്ഞിട്ടില്ലേ, ഒരു നിമിഷം പോലും MLA സ്ഥാനത്തിന് യോഗ്യനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ നിമിഷം രാജിവെക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങണം എന്നുള്ള ഒരു ഘടകകക്ഷി MLA അല്ലേ പറയുന്നത്. രാജി ചോദിച്ചു വാങ്ങണം എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഫെനി നൈനാനായി ഇപ്പോൾ ഇലക്ഷനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ. മനസ്സിലായോ? ഈ ഫെനി നൈനാന ഉണ്ടെന്നൊക്കെ ഇവർക്ക് നേരത്തെ അറിയാമെന്നേ. ഈ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന സമയത്തും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാം ഈ ഫെനി നൈനാൻ ഇതിനകത്ത് വരും, ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ നേരത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, പല നേതാക്കന്മാർക്കും അറിയാം. അപ്പം ഇപ്പം എന്തുകൊണ്ട് എന്നിട്ട് അത് ആരുടെ സപ്പോർട്ട് വരുത്താം? ഫെനി നൈനാൻ സ്ഥാനാർത്ഥിയായതിപ്പോൾ ആരാ അവിടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ വലിയ സപ്പോർട്ടിന് പുറത്താ? ഒന്നുമില്ലാന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടിന് പുറത്ത് പോലും. ഏത് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒളി പോകുന്നത് തൊട്ട് മുമ്പാണല്ലോ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു 3-4 ആൾക്കാർ അവിടെ പിന്നെയും വന്നില്ലേ, അതിലൊരാളാണ് ഫെനി നൈനാൻ. ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. ഇനിയിപ്പോൾ ആ സ്ഥാനാർത്ഥി നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പം സ്ഥാനാർത്ഥിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അവസ്ഥ എത്തും. കാരണം ഈ പരാതി പോലീസ് സ്റ്റേഷനിലെത്തി, ഈ പരാതി FIR ഇട്ട് കഴിഞ്ഞാൽ, FIR ഇട്ടാൽ ഈ സ്ഥാനാർത്ഥി അറസ്റ്റ് ജയിലിലേക്ക് പോവുക. ഇത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് എങ്ങനെയാണ് ഇത് തീരുമാനം എടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫെനി നൈനാൻ അറസ്റ്റിലായി, ഫെനി നൈനാൻ ഇദ്ദേഹം ഒളിവിൽ, MLA ഒളിവിൽ, സ്ഥാനാർത്ഥി ജയിലിലേക്ക്. ഈ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എന്ത് ചെയ്യാൻ പറ്റും? രമേശ് ചെന്നിത്തല എന്ത് ചെയ്യാൻ പറ്റും? VD സതീശൻ എന്ത് ചെയ്യാൻ പറ്റും? KC വേണുഗോപാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗ്ഗമേ ഉള്ളൂ, ഈ തള്ളി പറയുക. എന്താണ് പിന്നെ സ്ഥാനാർത്ഥി MLA സ്ഥാനം രാജിവെക്കാൻ പറയുക, MLA സ്ഥാനം ചോദിച്ചു വാങ്ങാൻ വേണ്ടി ലെറ്റർ അയക്കുക. ഇദ്ദേഹം അവിടെ ഇരുന്ന് അറിഞ്ഞോളൂ എന്ന് നിങ്ങൾ പത്രത്തിൽ കൂടെ പറഞ്ഞാൽ മതി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട്, എല്ലാ വാർത്തകളും അറിയുന്നുണ്ട്. എവിടെ ഒളിവിലാണെങ്കിലും ഇത് മുഴുവൻ കാണുന്നുണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പുറത്താക്കി രാജി എഴുതി മേടിക്കാൻ പോവുകയാണ്. രാജിവെക്കണം, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് രാജിവെക്കണം, ഇനി പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടാവില്ല, ഇതാ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പിന്നെന്താണ് പ്രസ് മീറ്റ് വിളിച്ച് പുറത്ത് പറഞ്ഞാൽ കഴിഞ്ഞു, അതിനപ്പുറത്തേക്കില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ നാടകമായിരിക്കും. ഇപ്പോൾ ജാമ്യം തള്ളിയ കോടതിയിൽ ഹാജരാക്കേണ്ടത്, കോടതിയിൽ പിന്നെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടല്ല, ഏതെങ്കിലും കോടതി സ്ഥലത്ത് ഹാജരായാലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ജാമ്യം കൊടുത്താൽ തന്നെ ഇത് ഈ 10 ദിവസം കൊണ്ട് ഇതെല്ലാം തീരുമോ? ഈ നിയമസഭാ ഇലക്ഷൻ 7-ാം തീയതി 8-ാം തീയതി നിയമസഭാ ഇലക്ഷൻ അല്ല വരുന്നത്, 8-9 ഒക്കെ ആയിട്ട് എന്താ അവസ്ഥ? ഇനി എത്ര ദിവസമുണ്ട്? എന്തെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ചർച്ച ചെയ്യാൻ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനില്ല. കാരണം അതിനേക്കാളും വലിയ ബഹളങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാളത്തേക്ക് വെച്ചേക്കാണ് ബെയിൽ ആപ്ലിക്കേഷൻ. നാളെ വിധി പറഞ്ഞാൽ പറഞ്ഞു, മറ്റന്നാളത്തേക്കായി നാളത്തെ വാർത്തയും മറ്റന്നാളത്തെ വാർത്തയും ഒക്കെ ഇത് തന്നെയാണ്. ഇതിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ.
ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിന്ന് പുറത്താക്കിയാൽ മാത്രമേ പറ്റുള്ളൂ, ഇതിന് തള്ളിപ്പറയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷാഫി പറമ്പിലൊക്കെ വന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ കോടതി തീരുമാനിച്ചു എന്നിട്ട് പറയുന്ന ന്യായീകരണം എനിക്കതാണ് മനസ്സിലാകാത്തത്. ന്യായീകരണം CPM-ൻ്റെ MLA-മാർ കണ്ടില്ലേ, ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ കണ്ടില്ലേ? ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ ഇടതുപക്ഷത്തിൻ്റെ വിട്, ലോകത്തേതെങ്കിലും ഒരു MLA ഇങ്ങനെ വിവാഹ വാഗ്ദാനം നടത്തി തുടരെ ഇപ്പം ഞാനൊരു ഏതൊരു ഇതിൻ്റെ റീലിലുണ്ട്, നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വലിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞത്. ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചുമ്പോൾ അടുത്ത് പുറകെ വരും. ഇത് വലിച്ചാൽ തീരുവില്ല, അങ്ങനെ വലിക്കുന്നോറും ടിഷ്യൂ പേപ്പറിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക. ഓരോ പരാതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏതെങ്കിലും MLA-ക്കെതിരെ ഒരു പരാതി, ഇതിന് സാമാന്യവൽക്കരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പരാതി ഉണ്ടോ? അത് പറയുന്നവരുടെ ബോധ്യം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് ബോധ്യത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു MLA-ക്കെതിരെ പരാതി, അയ്യോ നിങ്ങൾ CPM-ൻ്റെ MLA-നെ കണ്ടില്ലേ? അപ്പോൾ CPM-ൻ്റെ MLA-നെ കണ്ടിട്ട് ഏതെങ്കിലും CPM-ലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഗുളികയും കൊടുത്ത് ഗർഭചിത്രം നടത്തി, അതവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് അതിനെ ഗർഭിണിയാക്കി, അതുമായി പ്രശ്നം ഉണ്ടാക്കി, അത് കേസുണ്ടാക്കി. ഇതിങ്ങനെ പോകുന്നുണ്ടോ? ഏതെങ്കിലും MLA കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇതിനെ ഇരുന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ പറയുന്നവരെ തന്നെ ആ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയോ? ആ പറയുന്നതിന് എന്തെങ്കിലും ഒരു കള്ളത്തരം എനിക്കെതിരെ വരും എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ഇത് ഞാൻ ന്യായീകരിച്ചില്ലെങ്കിൽ എനിക്കെതിരെ വരും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ലോകത്ത് ആരെങ്കിലും അങ്ങനെ പറയുമോ? അത് പറയുന്നില്ലല്ലോ. പല നേതാക്കന്മാരും ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. പല നേതാക്കന്മാരും എന്താണ് ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എനിക്കിത് ന്യായീകരിക്കാൻ കഴിയില്ല. പല നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് അതാണെന്ന് അതിൻ്റെ നിലപാട്. ഇത് ന്യായീകരിക്കാൻ ഞങ്ങളില്ല. KPCC തീരുമാനം എടുക്കുകയാണെങ്കിൽ തീരുമാനം എടുത്തോട്ടെ, ACC തീരുമാനം എടുക്കാൻ തീരുമാനം എടുത്തോട്ടെ. ഇതിൽ വന്ന് പെട്ട ആളാരെന്നറിയും, ഇനി രാഹുൽ ഗാന്ധിക്കാണ് പരാതി. നോക്കിക്കേ, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്കാണ് പരാതി പോയത്. എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പറ്റുക? ഒരു കേരളത്തിലെ ഒരു പെൺകുട്ടീനെ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടി പരാതി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക? കിട്ടിയ മണിക്കൂറുകൾക്കതിൽ എടുക്കണ്ടേ, മിനിറ്റുകൾക്കതിൽ എടുക്കണ്ടേ? തീരുമാനം എടുത്ത് ടക്കെന്ന് പറഞ്ഞ തീരുമാനം പുറത്തു വരണമായിരുന്നു. അതല്ലേ വേണ്ടിയിരുന്നത്? പാർലമെന്റിൽ ഈ പ്രതിപക്ഷ നേതാവിനോട് തിരിച്ചൊരു BJP MP ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കറുത്ത വര അവിടെ വീണില്ലേ? ഈ കറുത്ത വരയിൽ എങ്ങനെ കോൺഗ്രസ് ഇനി നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ ഇനി കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നത് അറിയോ? നിങ്ങൾ ഈ ഒരു പീഡന കേസിന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു പീഡന കേസിനെതിരെ നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ കഴിയില്ല. ഒരു വനിതാ നേതാക്കന്മാർക്കും ഒരു വനിതാ പ്രവർത്തകയ്ക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല വന്ന് ചോദിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് തിരിച്ച് അപ്പം ചോദ്യം വരില്ലേ? അപ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കാതെ നമ്മൾ ജനപക്ഷത്താണ്, ഞങ്ങൾ സ്ത്രീപക്ഷത്താണ്, ഞങ്ങൾ കുട്ടികളുടെ പക്ഷത്താണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കോടതി രാഹുൽ ഈശ്വറിനെതിരെ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? അതൊരു പാടായിന്നേ. എത്ര നാളായിട്ടാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ എത്രയോ സ്ത്രീകളെയും ആൾക്കാരെയാണ് മോശവൽക്കരിച്ചിട്ട് മോശക്കാരായി വലിച്ചു കീറിയിട്ടുള്ളത്. ഈ നിലപാട് ഒരു നേരത്തെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ എന്താവും? ഇങ്ങനെ ചെയ്യായിരുന്നോ? ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടോ, 100-150 കേസ് കിട്ടിയ യൂട്യൂബ് ചാനലുകാർ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 100-150 കേസ് വെച്ചിട്ട് പറയുകയാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതെന്താണ്? ഇത് വെറും പെറ്റി കേസാണ്. പൈസ അടച്ചാൽ തീരും. ഞങ്ങൾക്ക് എന്താണ് BNS പ്രകാരം ഞങ്ങളെ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തും വേണമെങ്കിൽ വിളിച്ചു പറയാം. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വേദനയായിരിക്കും കേട്ടോ. ഒരാളെ നേരിട്ട് വന്ന് കുത്തിക്കൊല്ലുന്നതിനേക്കാളും വേദനയായിരിക്കും ഒരു സോഷ്യൽ മീഡിയ കൂടെ വളരെ മോശമായി രീതിയിൽ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ആ അധിക്ഷേപം മുഴുവൻ കേട്ടാലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ കൊണ്ട് ഒരു പരാതി കൊടുക്കലേ ഉള്ളൂ. ആ പരാതി കൊടുത്തോ ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ജയിലിൽ പോയില്ല എന്ന് ഏക പേടി വിശ്വാസം കൊണ്ടാണ്. ഈ കേസ് കൊണ്ടുവന്നാൽ 5 കേസിന് ജാമ്യം കൊടുക്കും, 10 കേസിന് ജാമ്യം കൊടുക്കും, 11ാമത്തെ കേസിന് ചെല്ലുമ്പോൾ പറയും അയ്യോ അതിനും ജാമ്യം കൊടുക്കുകയാണ്. എന്നാൽ ഈ 11 കേസിൻ്റെയും കണ്ടീഷൻ എന്താ അറിയോ? ഇനി ഇതുപോലെ ചെയ്യരുതാണ് ഈ 11 കേസിൻ്റെയും കണ്ടീഷൻ. 11ാമത്തെ കേസിന് 12ാമത്തെ കേസ് കൊണ്ട് ചെല്ലുമ്പോഴും പറയും അയാൾക്ക് ജാമ്യം കൊടുത്തോളയും. എന്നിട്ട് പറയും ഇതേപോലെ ചെയ്യരുതെന്ന്. അപ്പോൾ ഇത് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഈ രാഹുൽ ഈശ്വറിൻ്റെ കേസാണ് അതിനൊരു കറക്റ്റ് വിധിയായത്. ഇപ്പോൾ നാളെ രാവിലെ ഇന്ന് രാഹുൽ ഈശ്വർ ഉണ്ട് എന്താ പറയുക? ഇന്ന് രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ എന്താ പറയുക? അതെന്താണ്? ഈ കുട്ടീനെ അതിന് പോയി വലിച്ചിട്ടാനെ. മനസ്സിലായി? കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞാനെ. ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, ഇന്ന സ്ഥലത്ത് ജനിച്ച കുട്ടിയാണ്, ഇന്ന സ്ഥലത്ത് വളർന്ന കുട്ടിയാണ്, എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഇതൊക്കെ വിളിച്ചു പറയും. 4 ദിവസം കൊണ്ട് ഈ കുട്ടി അതെന്ന് അറിഞ്ഞു, അതോടെ തീർന്നു. ഇപ്പം എന്താ ഇന്ന് വന്നിട്ടില്ല? എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് KPCCക്ക് പരാതി കൊടുത്തുകൊണ്ട് ഇന്ന് രാഹുൽ ഈശ്വരെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരാൾ കേരളത്തിൽ ഇല്ലാതായി പോയി അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇന്ന് ഒരാളും ഇല്ല. അതാണ് ഒരു കോടതി എടുക്കുന്ന നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഒരു കോടതി ഒരു തീരുമാനം എടുക്കുമ്പോൾ കിട്ടുന്ന ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഒരേ ഒരു കോടതി, ആ കോടതി ഇന്നലെ ജാമ്യമാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് ഇവിടെ ഈ പെൺകുട്ടീനെ വലിച്ചു കീറില്ലേ? വന്ന് ചാനൽ ചർച്ചയിൽ നമുക്ക് 7 മണി തുടങ്ങി 7:30 വരെയാണ്, 7:30 തുടങ്ങി 8 മണി വരെ അടുത്ത ചാനൽ, 8:30 തുടങ്ങി 9 ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് 9 മണിക്ക് പുള്ളീൻ്റെ 1.5 മണിക്കൂർ അഭിഷേകം വേറെ, ഇതെല്ലാം കൂടി കഴിയുമ്പോൾ അത് തീർന്നു അഭിഷേകം.
കാരണം നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു 2 ലക്ഷം 2000 ഷെയർ 20,000 ലൈക്ക് ഒരു 10,000 കമൻറ്റ് എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അവസാനം കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ ജീവിതം തീർന്നു എന്നുള്ളതാണ്. ഇനി നോക്കിക്കോളൂ, ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഇനി പെൺകുട്ടികൾക്ക് ധൈര്യം വരും, തൻ്റെ ഇടം വരും. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പുറത്തു വരാതെ എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള തൻ്റെ ഇടം ഈ പെൺകുട്ടികൾക്ക് വരും. അതോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ നേരെയാവുക. ഇതാണ് ഒരു സിസ്റ്റം നന്നാകുക എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയത്തിലെ സിസ്റ്റം നന്നാവണ്ടേ? രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇനിയെങ്കിലും ഒരു പേടി വേണ്ടേ? കാരണം എല്ലാവരുമായിട്ട് ഇടപെടുന്ന ആൾക്കാരല്ലേ. ഒരു നേതാവിനെ, ഒരു MLA-നെ, ഒരു MP-യുടെ അടുത്തേക്ക് ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയോ അല്ലെ പെങ്ങന്മാരോ അമ്മമാരോ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇവർ നമ്മളെ രക്ഷിക്കും, ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം വീട്ടിൽ സഹോദരനോ സഹോദരി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു MLA-ൻ്റെ അടുത്തേക്ക് വരിക, ഒരു MP-ൻ്റെ അടുത്തേക്ക് വരിക. അവരുടെ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹമാണ് ഈ നമ്പർ മേടിച്ച് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു MLA ഉണ്ടാവാൻ പാടുമോ ഈ രാജ്യത്ത്? അങ്ങനെ ഒരു ജനപ്രതിനിധി ഈ രാജ്യത്ത് ഉണ്ടാവാൻ പാടുമോ? അപ്പോൾ ശക്തമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. കോൺഗ്രസിന് ഇത് ബാധ്യതയാണെന്ന് വെച്ചാൽ 100% ബാധ്യതയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിതിന് നടപടി എടുക്കേണ്ടി വരും. എത്ര മുൻപെടുത്തോ അത്രയും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിന് ബാധ്യതയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിന് വലിയ ബാധ്യതയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ഭസ്മാസുരൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഭസ്മാസുരൻ എന്താ സംഭവിക്കുന്നത്? ഒടുവിൽ ഭസ്മാസുരൻ്റെ വരം എങ്ങനെയാണോ തിരികെ ഒരു അബദ്ധമായി മാറുന്നത്, അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഓടുന്നത്. എവിടെ പോയിട്ടാണ് ഇയാളെ ഒന്ന് പിടികൂടുക? കോൺഗ്രസ് എത്തി നിൽക്കുന്നൊരവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭസ്മാസുരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എത്ര പേരിനി വെണ്ണീറാകും എന്നത് അറിയാനുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു സീരിയൽ പ്രെഡേറ്ററെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു നാർസിസ്റ്റ് സൈക്കോപാത്തിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് രാഹുൽ ഈശ്വറാണ്. ഒളിവിൽ പോയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കടയടച്ചു പോയിരിക്കുന്നത് ഫിനി നൈനാനാണ്. നോക്കൂ, ഇനി എത്ര പേർ ഈ വഴിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ സഹായിച്ചതിൻ്റെ പേരിൽ, ഇയാളെ പിന്തുണച്ചതിൻ്റെ പേരിൽ കോൺഗ്രസിലെ എത്രയെത്ര മനുഷ്യരാണ് ഇനി ഈ നാളെ ജയിലഴിക്കുള്ളിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ പുറത്താകാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന് ഇയാൾ ഒരു ബാധ്യതയാണ്, ഇയാൾ ഒരു ഭസ്മാസുരനാണ്. ഞാൻ ഈ പെൺകുട്ടി കൊടുത്ത പരാതിയുടെ ഒരു ഭാഗം മാത്രം വായിക്കാം. അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വായിക്കാൻ എനിക്ക് കഴിയില്ല. അതിനൊരു ഭാഗത്ത് ഞാൻ പറയാം. ഇയാളുടെ ഒരു പാറ്റേൺ എന്താണ് എന്നുള്ളത് നമുക്കതിനകത്ത് മനസ്സിലാവും. ക്രൂരമായി ഈ രണ്ടാമത് പരാതി കൊടുത്ത 23 വയസ്സുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ കൈയൊഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇയാൾ പോകുമ്പോൾ പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ടിട്ട് വീണ്ടും സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിരസിക്കുമ്പോൾ നിന്നെ ഗർഭിണിയാക്കണം എന്നതുപോലെയുള്ള മെസ്സേജുകളാണ് ഇയാൾ തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇയാൾക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്നുള്ളത് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇയാളൊരു ബ്രീഡിംഗ് ഫെറ്റിഷിസമുള്ള ആളാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അതൊരു ഫാൻറ്റസി ആയിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷേ ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ ഇത് ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് കിങ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു ഗർഭമുണ്ടാവുക എന്നുള്ളത് താല്പര്യമുള്ള ഒരാളായിട്ട് അയാൾ മാറുന്നു എന്നുള്ളതാണ്. അതൊരു തരം വല്ലാത്ത ഫാൻറ്റസിയാണ്. ആ ഫാൻറ്റസിയിൽ പെട്ടുപോയ ഒരാളാണ്. ശരി, അത് അയാളുടെ കൺസെൻഷ്യൽ ആണെങ്കിൽ അത് അവരുടെ സ്വകാര്യമായ വിഷയമാണ്. പക്ഷേ അതിനിരയായിത്തീരുന്ന പെൺകുട്ടികൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ ഗൗരവത്തിലെടുക്കാതെ പോയതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭസ്മാസുരൻ്റെ അവതാരം. എങ്ങനെയൊക്കെയാണ് പത്തനംതിട്ടയിൽ വേരുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുപോയി അവതരിപ്പിച്ച ആ നിമിഷം തുടങ്ങി കോൺഗ്രസിൻ്റെ പതനം. ഇയാളുടെ അവതാരം എന്ന് പറയുന്നത് പാലക്കാട് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? ഷാഫി പറമ്പിൽ ഒഴിഞ്ഞുപോയ സീറ്റിലേക്ക്, വളരെ സേഫായൊരു സീറ്റിലേക്ക്, അവിടെ ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അവിടെ കോൺഗ്രസിലെ ഏത് നേതാവ് നിന്നാലും ജയിക്കാൻ ആവശ്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അവിടെ നേരത്തെ മെട്രോമാൻ ശ്രീധരൻ വന്നപ്പോഴുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല BJPക്ക് ഉണ്ടായിരുന്നത്. CPM-നാണെങ്കിൽ വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലം. ആ മണ്ഡലത്തിൽ ഏറ്റവും സേഫായൊരു സോണിലേക്ക്, അതും പിരായിരിയൊക്കെ പോലെയുള്ള പ്രദേശങ്ങളിലെ വലിയ ന്യൂനപക്ഷ കൺസോളിഡേഷൻ കോൺഗ്രസിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നൊരു മണ്ഡലത്തിലേക്ക്, ഏറ്റവും ഷുവർ സീറ്റായ ഒരു മണ്ഡലത്തിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? നൺ അതർ ദാൻ ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം സാധാരണ കോൺഗ്രസ് പരാതി കൊടുത്തായിരുന്നല്ലോ. DCC പരാതി കൊടുത്തു. അത് നമ്മൾ വാർത്തയാക്കി. അന്ന് തുടങ്ങിയതാണ് റിപ്പോർട്ടറിനോടുള്ള ഇവരുടെ വിരോധം. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. അന്ന് SDP-യുടെ പിന്തുണ ഇവർക്ക് ആവശ്യമില്ല ആ മണ്ഡലത്തിൽ വിജയിക്കാൻ. എന്നിട്ടും SDP-യുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞില്ല ഇവർ. ഒടുവിൽ എന്താ കണ്ടത്? SDP-യുടെ ആഘോഷം നമ്മൾ ലൈവായിട്ട് കൊടുക്കുമ്പോൾ നമുക്കെതിരെ തിരിയുകയാണ്. വസ്തുതകൾ ഓരോന്നായി കൊടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് പിന്നീട് ആ കോൺഗ്രസിൻ്റെ വിഷമവും ആ പരാതിയും പരിഭവവും ഒക്കെ മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവിടെ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവതാരവും കോൺഗ്രസിൻ്റെ അധപ്പതനവും. അവിടെ തുടങ്ങുകയാണ്.
അവിടെയാണ് ഇയാൾ ഒരു വലിയ ഭസ്മാസുരനായിട്ട് മാറുന്നത്. 18,000 വോട്ടിന് വിജയിച്ചു എന്നുള്ളത് കൊണ്ട് എന്തും അംഗീകരിക്കുന്ന അവസ്ഥയിൽ ഇവർ തുടങ്ങി വെച്ചൊരു പാറ്റേൺ ഉണ്ടല്ലോ. ആ പാറ്റേൺ ആണ് യഥാർത്ഥത്തിൽ, ആ ക്രിമിനൽ ഗാംഗിസമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല പുതിയ നേതാക്കൾക്കും ഭയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് അയാളെ അവിടെ അവതരിപ്പിച്ച നിമിഷമാണ് കോൺഗ്രസിന് സംഭവിച്ച വലിയ ബാധ്യത. ഈ വിഷയത്തിൽ ഈ പരാതി വന്ന നിമിഷം മുതൽ എന്തൊക്കെ ബാധ്യത ഇപ്പോൾ കോൺഗ്രസിന്റെ തലയിലുള്ളത്? ഒന്ന്, ഇയാൾ ആദ്യം പരാതി കൊടുക്കുന്നത് കോൺഗ്രസ്, ഈ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവിനടക്കമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിനി ആൻഡ് ജോർജ് നമ്മുടെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് കൊടുത്തു. പ്രതിപക്ഷ നേതാവ് ഇത് സമ്മതിക്കുന്നുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? ഒരു പിതാവിനെ പോലെ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അത് തെറ്റായിരുന്നു ശ്രീ വി ഡി സതീശൻ. അന്ന് അങ്ങൊരു പിതാവിനെ പോലെ പരിഹരിച്ച പ്രശ്നത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു ആ നിമിഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങ് സംരക്ഷിക്കാതിരുന്നുവെങ്കിൽ ഈ വിഷയം ഇത്രമേൽ വളർന്ന് കുഴപ്പമാവില്ലായിരുന്നു. മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഒരുപക്ഷെ ഈ സംഭവം പോലും ഒഴിവാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. ഇയാളെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു. പക്ഷേ അപ്പോഴും റിനി കൊടുത്ത പരാതിയിലോ മറ്റു നേതാക്കൾ കൊടുത്ത പരാതിയിലോ KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും യുവ നേതാക്കൾ കൊടുത്ത പരാതിയിലോ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ്. അവിടെയാണ് വി ഡി സതീശന് ഒരു അബദ്ധം പറ്റിയത്. മാത്രമല്ല വി ഡി സതീശൻ ആ സമയത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബെൽറ്റിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണയും കിട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇവർ തമ്മിൽ അകലുന്നതും പിന്നീടാണ് വി ഡി സതീശൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ടാകുന്നതും. ബോധ്യമുണ്ടാകുമ്പോൾ വി ഡി സതീശൻ എടുത്ത നിലപാട് ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ കൊച്ചിയിൽ പറയുന്നുണ്ടല്ലോ, അറബിക്കടൽ വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല. ഇത് അന്നേ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് എടുക്കാതെ പോയതാണ് കോൺഗ്രസിൽ സംഭവിച്ച ഒന്നാമത്തെ പാളിച്ച. രണ്ടാമത്തെ പാളിച്ച എന്ന് പറയുന്നത് ഇന്നിപ്പോൾ KPCC അധ്യക്ഷന് കള്ളം പറയേണ്ടി വന്നില്ലേ മാധ്യമങ്ങളുടെ മുന്നിൽ? നേരത്തെ KPCCക്ക് ഒരു കത്തും കിട്ടിയിട്ടില്ല, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. 28-ാം തീയതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുന്ന ആ നിമിഷം അതിജീവിത കൊടുത്തിരിക്കുന്ന മെയിലിൻ്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. 28-ാം തീയതി 3:15 KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ മെയിലിലേക്ക് ഈ അതിജീവിത ഒരു പരാതിയായിട്ട് കാര്യങ്ങൾ സവിസ്തരം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അതേ നിമിഷം പ്രതിപക്ഷ നേതാവിനും അത് കിട്ടിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ നിമിഷം അത് തുറന്നു പറയാനും ആ പരാതി എന്താണ് എന്നുള്ളത് അന്ന് കോൺഗ്രസ് തുറന്ന് സമ്മതിക്കുകയും ആ നിമിഷം ഇയാളുടെ രാജി ആവശ്യപ്പെടണമായിരുന്നു KPCC. ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. നിങ്ങൾ എല്ലാ ആരോപണങ്ങളും മാറ്റി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരൂ കോൺഗ്രസിലേക്കെന്ന് പറയാനുള്ള ആർജവം എന്തേ KPCC അധ്യക്ഷൻ കാണിച്ചില്ല? പകരം KPCC അധ്യക്ഷൻ ഉരുണ്ട് കളിച്ചു. അതാണ് ഇന്നിപ്പോൾ പൊളിഞ്ഞത്. പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ രേഖാമൂലം 28-ാം തീയതി നവംബർ 28-ാം തീയതി 3:15 പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC അധ്യക്ഷൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഇമെയിലുകളിലേക്ക് ആ കത്ത് പോയിരുന്നു. അപ്പോൾ വീണ്ടും വീഴ്ച സംഭവിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം KPCCയുടെ അധ്യക്ഷന് നാണക്കേടുണ്ടാവുന്ന സാഹചര്യമുണ്ടായി. അത് ബാധ്യതയല്ലേ? മൂന്നാമത്തത്, വി ഡി സതീശൻ്റെ സന്തത സഹചാരിയായ ഒരു നേതാവിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൽ തന്നെ ഇയാൾ പ്രശ്നമുണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. ആ പരാതിയിൽ ആ നേതാവിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നേതാവിൻ്റെ പേരോ കുടുംബത്തെയോ നമുക്ക് വാർത്തയുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല. വളരെ നിസ്സഹായനായി പോയൊരു നേതാവാണ് അദ്ദേഹം. ആ നേതാവിൻ്റെ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു. എന്ത് നടപടിയെടുത്തു? നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ആ പരാതി നിലവിലിരിക്കുമ്പോഴാണ് പാലക്കാട്ടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഈ അവതാരത്തെ കൊണ്ടുവരുന്നത് എന്നത് ആലോചിക്കണം. അപ്പോൾ നോക്കൂ, അവിടെയും കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചു. വീഴ്ച 3. നാലാമത്തത്, ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ ബാക്കി നേതാക്കളാരും തുറന്ന് പിന്തുണയ്ക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്താണ് UDFൻ്റെ കൺവീനർ വന്ന് പറയാണ് ആ ശബ്ദം അത് AI ആകാമല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആകാമല്ലോ. മിസ്റ്റർ അടൂർ പ്രകാശ്, ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? ശബ്ദ പരിശോധനയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും UDF കൺവീനറുടെ അമിതമായിട്ടുള്ള ഒരു പിന്തുണ കോൺഗ്രസിന് സംഭവിച്ച വലിയ വീഴ്ചയാണ്. പ്രാദേശിക നേതൃത്വം തീരുമാനിക്കട്ടെ രാഹുൽ പ്രചരണത്തിനിറങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞതാരാ? KC വേണുഗോപാൽ. ഇതേപോലെ ഗുരുതരമായ ആക്ഷേപം പരാതിയായിട്ട് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ശ്രീ KC വേണുഗോപാൽ അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലേ? 28-ാം തീയതി പരാതി കിട്ടിക്കഴിഞ്ഞിട്ടും അങ്ങ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ പറയുന്നത് പ്രാദേശിക നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ്. ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അയാൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലിറങ്ങുകയും സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും വിലക്കിയില്ല അങ്ങ് പറയുന്ന ഈ പ്രാദേശിക നേതൃത്വം. അവിടെയും തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഫെനി നൈനാന് ഈ വ്യാജരേഖ കേസിൽ ID കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ ഫെനി നൈനാന്
ഈ പാലക്കാട്ടെ പല വിവാദ വിഷയങ്ങളിലും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്ക് സീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ ഇയാളെ ബലാത്സംഗം ചെയ്യുന്ന ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയത് ഫെനി നൈനാനാണെന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന അയാൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പത്തനംതിട്ടയിൽ കണക്കിലെടുത്ത് നോക്കിയാൽ 1 ഡസനോളം സീറ്റുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ അനുകൂലിച്ചവർക്കും പിന്തുണച്ചവർക്കും സീറ്റുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് നിമിഷം സീറ്റ് കൊടുത്ത വനിതാ സ്ഥാനാർത്ഥികളുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചവർക്ക്. ആ സീറ്റ് കൊടുത്ത ചരിത്രമാണ്. ഇവിടെയും സംഭവിച്ചത് വീഴ്ചയല്ലേ? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ഫെനി നൈനാന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പരിശോധിക്കുന്നു. ഇനി എങ്ങനെ പരിശോധിക്കാനാ? സ്ഥാനാർത്ഥി നിർണ്ണയവും കഴിഞ്ഞു, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞു. അയാളെ വിജയിപ്പിക്കുന്നത് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഇന്നെന്തായാലും അയാൾ തെരഞ്ഞെടുപ്പ് ഓഫീസ് അടച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഈ വലിയ സൈബർ സംഘത്തെ തുറന്നുവിട്ടതിൻ്റെയും ഉത്തരവാദിത്വം തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇപ്പോഴെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. ഇയാളെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക. വി.ഡി. സതീശനെതിരെ തിരിഞ്ഞൊരു ക്രിമിനൽ ഗാങ്ങിനെ വളർത്തിയെടുത്ത രമേശ് ചെന്നിത്തലയ്ക്കും രാജ്മോഹൻ ഉണ്ണിത്താനും ഷാനിമോൾ ഉസ്മാനും എന്തിനേറെ ഉമാ തോമസിനെ പോലെയുള്ള നേതാക്കൾക്കെതിരെയും തിരിഞ്ഞ എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാവുന്ന ഒരു ഭസ്മാസുരനെ കൊണ്ട് കോൺഗ്രസ് വലഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇത്രമേൽ വളർത്തിയതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഇയാളുടെ ഈ അവതാര ലക്ഷ്യം കൂടുതൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് മുൻപ് അയാളെ പുറത്താക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് ആകെ ചെയ്യാനുള്ളത്. തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രതിപക്ഷം സജീവമായി മുന്നോട്ട് വയ്ക്കുന്ന സ്വർണ്ണക്കള്ള വിഷയമുണ്ട്. അവിടെ CPM-ന്റെ മുൻ MLA ജയിലഴിക്കുള്ളിൽ കിടക്കുകയാണ്. ഇവിടെ സ്ത്രീപീഡനത്തിൻ്റെ വിഷയത്തിൽ ഒരു MLA ഒളിവിലാണ്, നിയമ സംവിധാനത്തോട് സഹകരിക്കാതെ ഒളിവിലാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ഒളിവിൽ പോകുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒളിവിൽ പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. മറുഭാഗത്ത് ഒരു CPM MLA എങ്കിൽ ഇവിടെ ഒരു പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ഒരു MLA-യും ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ട്. ഇത് സൃഷ്ടിച്ചു വെച്ചതിൻ്റെ ഉത്തരവാദിത്വം നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. പല നേതാക്കളും ഇത് വാൺ ചെയ്തതെന്നതാണ്, മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അന്നൊന്നും ഇത് കേൾക്കാതെ പോയതിൻ്റെ വിലയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത്. എത്രയും പെട്ടെന്ന് ഇയാളെ പുറത്താക്കുക, എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പാർട്ടി മടങ്ങിയെത്തുക എന്നുള്ളതാണ്. ED അടക്കമുള്ള വിഷയങ്ങളുണ്ട്, കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ സജീവമായി ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ കേരളമാണ് ഇന്നിപ്പോൾ പല പല കേസുകളിൽ, ഇത്തരമുള്ള കേസുകളിലേക്ക് പോകുന്നത്. ചില ബ്രീഡിംഗ് ഫെറ്റിഷിസത്തിന് ഇരയായി തീർന്ന പെർവേർട്ടുകളുടെ കേസുകൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അത്യന്തം നിർഭാഗ്യകരമാണ്. കോൺഗ്രസിന് ബാധ്യതയോ എന്നാണ് ചോദ്യം. സുജയ, കോൺഗ്രസിന് ബാധ്യതയോ രാഹുൽ മാങ്കൂട്ടത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ബാധ്യതയാണ് എന്നത് കോൺഗ്രസിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനകം. ഇപ്പോഴും അത് മനസ്സിലാകാതെ ഇരിക്കുന്ന നേതാക്കളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. കാരണം കോൺഗ്രസിനുള്ളിലെ തൻ്റെ സാധ്യതകൾ, അയാളുടെ ഈ പോൺ ആക്ടിവിറ്റീസ്, അങ്ങനെയാണല്ലോ നമ്മൾ, കോൺഗ്രസ് അല്ല ഇതിനകത്തെ പോൺ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ, കോൺഗ്രസ്സുകാരെല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ അയാളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിനുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അയാൾക്ക് ഈ കഴിഞ്ഞ 2 വർഷമാണ് അയാളുടെ ആക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ പരാതികൾ നടന്നിരിക്കുന്ന സമയമായി, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതികളുടെ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 മുതൽ 2025 വരെയുള്ള 2 ഇയേഴ്സ് ആണ്. അതെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് മുതൽ, അതായത് ഭാരവാഹിത്വം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കൊടുത്ത ഭാരവാഹിത്വം അയാളിലേക്ക് വന്നു ചേരുന്നതാണ് അയാൾക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല. ആ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കറ പുരട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ആ കറ മാറ്റണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ദേശീയതലത്തിൽ തന്നെ ഒരു പ്രതികരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഒരു പാർട്ടിയെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ പാർട്ടി എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇവിടെ നോക്കൂ, ഇപ്പോൾ വി ഡി സതീശനടക്കം എല്ലാ നേതാക്കളും അവരുടെ സമൂഹ മാധ്യമ പേജുകളിലെ കവർ പിക്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത്, അതാണ് ടാഗ് ലൈൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കടക്ക് പുറത്ത്, നിന്നെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടമുണ്ടാവുക? കോൺഗ്രസിന് എത്രയോ നല്ല നേതാക്കളുണ്ട്, എത്രയോ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളായിട്ടുള്ള പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ വളർത്തിയെടുക്കാമല്ലോ. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ 100 രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനായിട്ടുള്ള സ്പേസ് ഉള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇത്രയും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായിട്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പ് ചുമന്നുകൊണ്ട് ഇത്രയും വീണ്ടും നാണം കെടുന്നത് എന്തിനാണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അതിനെ പലരും ഭയക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ കടക്ക് പുറത്ത്, അമ്പലക്കള്ളന്മാർ
കടക്കപ്പുറത്തെ എന്നുള്ള കവർ പിക്ചർ മാറ്റുന്ന അതേ ലാഘവത്തോടെ ഞാൻ പറയുന്നില്ല, അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ കോൺഗ്രസ് ടേക്കപ്പ് ചെയ്യുകയും നടപടിയെടുക്കുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ, അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഭാഗമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടണമെന്നേ. അങ്ങനെ ഒഴിവാക്കി വിടാതെ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും പരാതി കിട്ടിയിട്ടില്ല എന്ന് കള്ളം പറയുമ്പോഴും ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ആ പെൺകുട്ടിയുടെ പരാതിയെക്കുറിച്ച് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നത് കൂടി അവരുടെ ആ ഇമെയിലിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവർക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച മറ്റു പെൺകുട്ടികളുടെ വിവരങ്ങൾ കൂടി കേട്ടപ്പോഴാണ് തൻ്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ല എന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലായത്. 23 വയസ്സാണ് പ്രായം. അവരെ ചൂഷണം ചെയ്തത് അവരുടെ 21ാമത്തെ വയസ്സിലാണ്. അതിനു മുൻപ് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായി വലയൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഭീകരനായ ഒരു ചിലന്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം. ആ ചിലന്തിയുടെ വലയിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ വലയിൽ പെട്ടിട്ടുള്ള ഓരോരുത്തരായി വന്ന് തുറന്നു പറയുകയാണ്. തുറന്നു പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ സൈബർ ഇടങ്ങളിലെ ബുള്ളിയിങ് നടത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ അകത്തായതാണ് ഈ പെൺകുട്ടിക്ക് ഈ ഇമെയിൽ അയക്കാനായി ഇപ്പോൾ ഇത്രയും ധൈര്യം വന്നതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ യുവതികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി എൻ്റെ അനുഭവം പങ്കുവെക്കേണ്ടത് ഒരു നൈതിക ബാധ്യതയായി ഞാൻ കണ്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ മാധ്യമങ്ങൾക്കും ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ മെയിലിൻ്റെ അവസാന ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്ത് ഞാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കും അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കത്ത് കിട്ടിയെന്ന് KPCC സമ്മതിച്ചത്. അല്ല എങ്കിൽ 28-ാം തീയതി അതിജീവിതയുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയ അതിജീവിതയുടെ ഇമെയിൽ മുക്കിയതുപോലെ ഈ ഇമെയിലും മുക്കിയേനെ. കാരണം അങ്ങനെ മുക്കി സഹായിക്കുകയാണെന്നേ. അങ്ങനെ മുക്കി സഹായിക്കേണ്ട ഒരു പാർട്ടിയാണോ കോൺഗ്രസ്? അങ്ങനെ മുക്കി സഹായിക്കേണ്ട എന്ത് ബാധ്യതയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷനുള്ളത്? അതിന് മറുപടി അദ്ദേഹം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ഐഡന്റിറ്റി പരിശോധിക്കാവുന്നതാണ്. പൊതുപ്രവർത്തന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നേരിട്ട് മാറ്റി നിർത്തണമെന്ന് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് രാഹുലിനാൽ ഉപദ്രവിക്കപ്പെട്ട, രാഹുൽ എന്ന ലൈംഗിക കുറ്റവാളിയാൽ വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീയാണ്. അതിനിയും കോൺഗ്രസിന് മനസ്സിലായില്ല. ഇനി എന്താണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരാളെ വീണ്ടും ചുമന്നുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ മുന്നിൽ ചെന്ന് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് തേടാൻ കോൺഗ്രസിന്റെ പുരുഷ സ്ഥാനാർത്ഥികൾക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. വിവിധ വാർഡുകളിൽ ഇപ്പോൾ വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിച്ച, വിവിധ സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ, എല്ലാവർക്കും ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ രാഹുൽ എന്താ അതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണോ? ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ചുമക്കുന്നത്? ആ ഒരു ചോദ്യം കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? MLA ആയി, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട MLA ആയി ഇപ്പോഴും അയാൾ തുടരുകയാണ്. അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൈ കഴുകി മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതല്ല പ്രവർത്തനം. അപ്പോൾ ഈ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ്. പൂഴ്ത്തിവെച്ച പരാതിയെക്കുറിച്ച് കൂടി പറയാം. കൂടുതൽ ഇരകളെ കണ്ടെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരമൊരുക്കിയത് VD സതീശൻ ആദ്യമേ പറഞ്ഞൊതുക്കിയെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞൊതുക്കുകയാണ് ചെയ്തത്. അത് റിനിയുടെ പരാതി അല്ലെങ്കിൽ റിനി പറഞ്ഞ കാര്യങ്ങൾ അത് അത്രയും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകാത്തതുകൊണ്ടാകും. ഞാൻ VD സതീശൻ ഈ വിഷയത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇതുവരെ വന്ന നിലപാടുകളിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ മാന്യമായ പ്രതികരണമാണ് VD സതീശൻ നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റ് നേതാക്കളിൽ പലരും, ഇപ്പോൾ സണ്ണി ജോസഫ് തന്നെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന്. പച്ചക്കള്ളം പറയുന്ന ഒരു KPCC അധ്യക്ഷനാണ് എന്നുള്ളത് അദ്ദേഹം വീണ്ടും പ്രൂവ് ചെയ്യുകയാണ്. എന്തായാലും പാർട്ടിക്ക് പരാതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ സണ്ണി ജോസഫ് ഇപ്പോൾ ഇതിനകം തന്നെ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മെയിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്ന ആ പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ്, മാധ്യമങ്ങളല്ല കേട്ടോ. അതിജീവിതയായ രണ്ടാമത്തെ പരാതിക്കാരിയും അതിജീവിതയാണ്. അവരും ലൈംഗിക അതിക്രമത്തിന് വിധേയമായതാണ്. ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു, ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ഗുരുതര ആരോപണങ്ങൾ, അത് ആരോപണങ്ങളല്ല, അവർ നേരിട്ട യാഥാർത്ഥ്യമാണ്. അത് വരുമ്പോൾ ഇന്ന് ഫെനി നൈനാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. ഈ പെൺകുട്ടിയെ രാഹുലിന് പീഡിപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്തു. അങ്ങനെ തന്നെ പറയണം ഫെനി നൈനാനെ. മറ്റു കേസുകളിലൊക്കെ കൂട്ടുനിൽക്കുന്നത് പോലെ, പെട്ടിപിടിക്കാനും കാടടിക്കാനും എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് പോലെ ഈ ഗർഭമുണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള രാഹുലിന്റെ ഈ ത്വരയ്ക്ക് കൂട്ടുനിൽക്കുന്നതും ഫെനി നൈനാൻ തന്നെയാണ്. ആ ഫെനി നൈനാൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന്. അങ്ങനെ പറയുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ആ സീറ്റ് ഏതാണെന്ന് കൂടി ഞാൻ പറയാം. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയല്ലോ. അടൂർ നഗരസഭയുടെ 8ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് ഫെനി നൈനാൻ. ആ ഫെനി നൈനാൻ ഇനിയും ചുമക്കണോ കോൺഗ്രസ്? 8ാം വാർഡിലെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഫെനി നൈനാന് ഇങ്ങനെ കാറ് പിടിച്ച് കൊണ്ടുപോയതിനാണോ 8ാം വാർഡുകാർ വോട്ട് ചെയ്യേണ്ടത്? ആ ചോദ്യം കോൺഗ്രസിനോട് അവിടുത്തുകാർ ചോദിക്കുമെന്നേ. അപ്പോൾ അടൂർ നഗരസഭയിൽ 8ാം വാർഡിൽ ഫെനി നൈനാനെ നിർത്തിയത് ഈ കാർ ഓടിച്ച് കൊണ്ടുപോയി, അതായത് അതിന് പറയേണ്ട വാക്ക് വേറെയാണ്, കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത ഫെനി നൈനാൻ, അതാണോ അയാൾക്ക് ആ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിനായിട്ട് കോൺഗ്രസ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യത? ഇങ്ങനെയാണോ നിങ്ങൾ പാലക്കാട്ടേക്ക് കെട്ടിയിറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ 2023 മുതൽ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിന് 2024 ഷാഫി ജയിച്ചു പോകുന്നത് വടകരയിൽ നിന്ന്. അപ്പോൾ 2024 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ കേസുകളിലൊക്കെ പെട്ട 2023
23 മുതലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നിട്ടും അയാളെ വീണ്ടും സ്ഥാനാർത്ഥിയെ അവിടെ കെട്ടിയിറക്കിയത് എന്തിനാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരവോടെ പറയണം. ഇവിടെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചല്ലോ, അവിടെ പാർട്ടിക്ക് ആരും ഉണ്ടായിരുന്നില്ലേ എന്ന്. വടകരയിൽ ഷാഫി വന്ന് ജയിച്ചപ്പോൾ തൃശ്ശൂരിൽ കൊണ്ടുപോയി രക്തസാക്ഷിയാക്കിയ ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് കെ മുരളീധരൻ എന്നാണ്. അയാൾക്ക് അവകാശപ്പെട്ടതായിരുന്നു പാലക്കാട്ടെ സീറ്റ്. അന്നും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കെ മുരളീധരന് കൊടുക്കേണ്ട പാലക്കാട്ടെ സീറ്റ് കെ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായിരുന്നു യോഗ്യത, അധിക യോഗ്യത? ഈ പറയുന്ന സോകോൾഡ് പോൺ ആണോ, അതോ പല കാര്യങ്ങളും രാഹുലിന് അറിയാമെന്നുള്ളതാണോ? എന്തായിരുന്നു രാഹുലിനുണ്ടായിരുന്ന അധിക യോഗ്യത എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. എന്തായാലും പാലക്കാട്ടുകാരോട് കോൺഗ്രസ് ചെയ്തത് വലിയ ക്രൂരത തന്നെയാണ്. അതിന് മറുപടി പാലക്കാട്ടുകാർ കൊടുത്തോളും, അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ. പക്ഷേ ഇവിടെ കോൺഗ്രസിന് വലിയ ബാധ്യതയെന്ന് മാത്രമല്ല വലിയ നാണക്കേടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയും അയാളെ ചുമക്കുന്നത് വീണ്ടും വീണ്ടും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചന്ദനമല്ല ചുമക്കുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചറിയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കോൺഗ്രസിന് ബാധ്യതയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യത്തിന് 4 പേർക്കും ഏകാഭിപ്രായം യെസ്. Meet the editors.